തിരുവചനം തിരുവചനം. നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കാൻ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് പിറന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹമറിയിക്കട്ടെ. വചനം തിരുവചനത്തിൽ പ്രാർത്ഥനയോടെ പങ്കുചേരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനം. ജാഗരൂകരായിരിക്കുവേൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവേൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. വേദപുസ്തകത്തിൽ ദരിദ്രനെക്കുറിച്ചും സമ്പന്നനെക്കുറിച്ചും പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട്. ഉപമകളിലൂടെ പോലും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ജനം കർത്താവിൻ്റെ അടുക്കൽ തടിച്ചുകൂടിയപ്പോൾ ഒരുവൻ പറയുകയാണ്, പിതൃസ്വത്ത് എനിക്കും പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരന്മാരോടും കൂടെ പറയുക. യേശു അതിന് കൊടുക്കുന്ന മറുപടിയാണ്, ജാഗരൂകതയായിരിക്കുവിൻ. മനുഷ്യൻ്റെ ജീവിതം സമ്പന്നമാകുന്നത് സമ്പത്തിലൂടെയല്ല. എല്ലാ അത്യാഗ്രഹങ്ങളും ഒഴിഞ്ഞിരിക്കുക, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നിർഭാഗ്യവശാൽ പല ധനികരും മറന്നുപോകുന്ന ഒരു സത്യമാണിത്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പണം കൂടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും കൂടുന്നുണ്ട്, വേവലാതികൾ കൂടുന്നുണ്ട്. എന്നാൽ ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ അധ്വാനം കഴിഞ്ഞ് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, സമ്പന്നതയിൽ ദൈവത്തെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ദരിദ്രന്റെ വേദനകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ജാഗരൂകതയോടെ ദൈവം നമുക്ക് നൽകിയത് അത് ഏതവസ്ഥയായാലും, ദാരിദ്ര്യമാവട്ടെ സമ്പന്നതയാവട്ടെ, ആ അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ജാഗരൂകതയോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.